സ്വർഗം ഭൂമിയിൽ ഇറങ്ങിയ പുണ്യദിനം. ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ച ആഘോഷരാവ്. മനതാരിലെങ്ങും സന്തോഷത്തിന്റെ അലകൾ തീർക്കുന്ന സുന്ദര നിമിഷങ്ങൾ. അസമാധാനത്തിൽ നിന്ന് സമാധാനമായും മുറിവുകളിൽ ലേപനമായും കണ്ണുനീരിൽ ആശ്വാസവുമായി നിറയുന്ന നവ്യമായ അനുഭവം. ക്രിസ്തുമസ്. മാലാഖമാർ പാടി അത്യുന്നതന് ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. രാജാക്കന്മാരും ആട്ടിടയന്മാരും ദിവ്യശിശുവിനെ ദർശിക്കാൻ തിടുക്കത്തിൽ യാത്ര ചെയ്തു. കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനെ കൺകൊളറുക്കി കണ്ട് അവർ സായുജ്യമടഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു, തന്റെ ഏകജാതൻ നൽകുവാൻ ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചുവെന്ന്. വരൂ, നമുക്കും ഒരു യാത്ര പോകാം എളിമയുടെ ആ പുൽക്കൂട്ടിലേക്ക്. മാനവരക്ഷയ്ക്കായി ബെത്ലഹേമിൽ പിറന്ന ക്രിസ്തുവിന്റെ അടുത്തേക്ക്. ഈശോ നമ്മുടെ പ്രതീക്ഷയാണ്, നിത്യജീവന്റെ ഉറവയാണ്. ക്രിസ്തുമസ് തരുന്ന സന്ദേശവും അത് തന്നെ. ക്രിസ്തു ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുമുള്ള ആ രാത്രിയിൽ ഈശോ തൻ്റെ ജീവിതം വെളിപ്പെടുത്തി. നാം പരസ്പരം സ്നേഹിക്കാനും അവരുടെ ചെയ്തികൾ മനസ്സിലാക്കുവാനും അവനെ സഹായിക്കുവാനും അവനെ ദർശിക്കുവാനും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ണി പിറക്കുന്നത്. ഈശോ എൻ്റെ പ്രതീക്ഷയാണ്. പാപങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും എൻ്റെ ആശ്വാസമാണ്. നിരാശയുടെ പടുകുഴിയിൽ അവസാനിക്കേണ്ട ജീവിതമല്ല എൻ്റേത്. എപ്പോഴും എൻ്റെ കരം പിടിക്കാൻ എനിക്ക് എൻ്റെ യേശുവുണ്ട്. ഇതിലും വലിയ സന്തോഷം മറ്റെന്താണുള്ളത്? യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാം. എനിക്ക് ജീവിതം എൻ്റെ യേശുവാണെന്ന് നമുക്ക് ഏറ്റുപറയാം. യേശുവേ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വാഴണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മെരി ക്രിസ്മസ്.